ഇന്ന് നമ്മുടെ ഡീസൽ ഡോസ് ആൻഡ് വിൻഡോസിൽ അതിഥിയായിട്ടുള്ളത് ഒരു സെലിബ്രിറ്റിയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മൊയിനുക്ക. നിങ്ങൾ എന്റെ സെലിബ്രിറ്റി ഒന്നും ആക്കണ്ട, നമ്മളൊക്കെ സാധാരണക്കാരനാണ്. മൊയിനുക്ക അതല്ല, ഒരു വീട് വെക്കുന്ന സമയത്ത് ഞാൻ പലരും പറയാറുണ്ട്, വീടെന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. തീർച്ചയായും ഈ സ്വപ്നത്തിലിട്ട് വാതിൽ തുറക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഡീസൽ? ഒരു രക്ഷയില്ല. ഞാൻ പറയട്ടെ, ഒരു വീടിന്റെ ആകത്തുക എന്തൊക്കെ എങ്ങനെയൊക്കെ എക്സ്റ്റീരിയർ ആയാലും അതേപോലെ തന്നെ ഇന്റീരിയറിലേക്ക് കടക്കണ ഭാഗം എന്തെന്നെ ആയാലും നമ്മളുടെ മുഖത്തിന്റെ നമ്മുടെ രൂപത്തിന്റെ ചിരി എന്നുള്ളത് ആ ചിരി വരുന്ന മാതിരിയാണ് നമ്മളെ ആ ഡോറ്, മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ. മെയിൻ ഡോർ ഉഷാറായ ബാക്കിയൊക്കെ ഉഷാറാവും. അതേപോലെ തന്നെ മെയിൻ ഡോർ കൊളായ ഇനിയിപ്പോൾ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് എന്താ പറയുക, മെയിൻ ഡോറിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി തന്നു. അതുപോലെ തന്നെ എന്നെ മാറ്റി ചിന്തിപ്പിച്ചു. നല്ല അടിപൊളി നിലമ്പൂർ തേക്ക് വെച്ചിട്ട് ഒരു നല്ല ഡോർ, അതായിരുന്നു നമുക്ക് സ്വപ്നം. അതേപോലെ തന്നെ അതൊക്കെ മാറ്റി ചിന്തിച്ചത് നമ്മുടെ ഡീസോളിൽ വന്നപ്പോഴാണ്. ഒരുപാട് ഇതേമാതിരിയുള്ള സ്റ്റീൽ ഡോറുകൾ കാണലും പരിചയപ്പെടലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും, അതായത് നമ്മുടെ ഡീസോളിൻ്റെ ഒരു ഫിനിഷിങ്ങും, അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഈ ഡീസോളിൻ്റെ ആ മൊത്തത്തിലുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പുതിയ ടെക്നോളജികളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി കണ്ടപ്പോൾ സംഭവം വേറെ ലെവലാണ്. എന്തെന്നായാലും കളക്ഷൻ്റെ കാര്യത്തിലും ഡിസൈൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരിക്കലും ഇതൊക്കെ പറയോ സ്റ്റീലാണെന്നുള്ളത് പറയോ, ഇത് പക്ക വുഡൻ. അതിലുള്ള ആ വന്നിട്ടുള്ള ചെറിയ ചെറിയ ഡിസൈന് വരെ അത്രയും പക്കയാണ്, അത്രയും മൈന്യൂട്ടാണ്. അതായത് ഇങ്ങനെ നിർത്തി പുകഴ്ത്തല്ല, ഞാൻ അനുഭവിച്ചതാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇത് ശരിയായിട്ടില്ല എന്നുള്ളത്. എനിക്കൊരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ഡീസോളിൻ്റെ ഒരു ഫാനുമായി നമ്മുടെ വീട്ടിലേക്ക് ഡീസോൾ എടുക്കാനും പോവുകയാണ്. എന്തെന്നായാലും സംഭവം അടിപൊളിയാണ്. പിന്നെ എന്താ അറിയോ, നമ്മൾ ഈ മരം കാര്യങ്ങൾ ട്രഡീഷണലിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പണി ഉറപ്പാണ്. എല്ലാവരും മാറി ചിന്തിച്ചോളും, എത്രയും പെട്ടെന്ന് ഡീസോളിലേക്ക് മാറിക്കോളി. യെസ് അല്ലേ? താങ്ക് യു.